പറയുന്നുണ്ട്. ഇത് നമ്മുടെ കേരള വാസ്തുവിലല്ല, പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യൻ വാസ്തുവില് മാർവാടികളുടെ ഇടയിലൊക്കെ ഇവരിത് പ്രത്യേകം നോക്കുന്നുണ്ട്. അവരാരും പിച്ചക്കാരല്ല, മാർവാടികളെല്ലാം സമ്പന്നന്മാരാണ്. അങ്ങനെയുള്ളിടത്ത് ഭാഗ്യദേവത ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും. നമുക്കറിയാതെ ധനം വരും, ധനം വന്ന് കുമിഞ്ഞുകൂടും. നമുക്ക് എന്നും വേണ്ട സമ്പത്താണ് ഈ നമസ്തേ, നവഭാരത് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് ജീവിതത്തിൽ പല രീതിയിലുള്ള പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥകളുണ്ട്. തൊഴിൽപരമായും മറ്റ് ഉദ്യോഗപരമാണെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലാണെങ്കിലും നമുക്ക് നേരിടേണ്ടി വരുന്ന ഒത്തിരി പരീക്ഷണ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ കാലദോഷത്തെയും കർമ്മദോഷത്തെയൊക്കെ നമ്മൾ പഴിച്ചുകൊണ്ട് മുന്നോട്ട് കാണുന്ന ഒരു അവസ്ഥ. നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളായിട്ട് ചെയ്തു വെച്ച, അതല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികന്മാരായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ച വീട്ടിനുള്ളിലെ നിർമ്മിതിയിലോ ഉപനിർമ്മിതിയിലോ അതല്ല കൂടാതെ നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ, ഇത് മൂലം ചിലപ്പം അടിക്കടി അനർത്ഥങ്ങൾ വന്ന് കൂടാറുണ്ട്. വീടിന്റെ പല ഭാഗങ്ങളിലും കുഴിവും ഉയർച്ചയും വരുന്നതിന്, മുറ്റത്തൊക്കെ വരുന്നതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. തെക്ക് പടിഞ്ഞാറ് ഭാഗം താഴ്ന്നിരുന്നാൽ ആ വീട്ടില് എന്നും അനർത്ഥവും ധനനഷ്ടവും ധനനാശവും ഉണ്ടാവും. വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്നിരിക്കുന്ന വീട്ടിൽ എന്നും ഉയർച്ചയും ഉന്നതിയും ഉണ്ടാവും. തെക്ക് കിഴക്ക് ഭാഗം താഴ്ന്നിരിക്കുന്ന വീട്ടിലെ കുട്ടികളുടെ പഠനത്തെ ബാധിക്കും, മറ്റെല്ലാത്തിനെയും ബാധിക്കും. വടക്ക് പടിഞ്ഞാറ് താഴ്ന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഉയർച്ചയുണ്ടാകും. മറ്റ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വലിയ ഉയർച്ചയും താഴ്ചയ്ക്കും വേറെ വേറെ അർത്ഥങ്ങളുണ്ടെങ്കിൽ പോലും വലിയ ദോഷങ്ങളില്ല. തെക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക്, വടക്ക് കിഴക്ക്, ഇവയാണ് ശ്രദ്ധിക്കേണ്ട 3 പോയിന്റുകൾ. കൂടാതെ ഇതിനിടയ്ക്കുള്ള ഓരോ പോയിന്റിലും നമുക്ക് വരുന്ന ഉയർച്ച താഴ്ചകൾക്കൊക്കെ വീട്ടിനുള്ളിലെ ഓരോ മാസത്തെ അല്ലെങ്കിൽ ഓരോ ദിവസത്തെ വരവിനെയും ചെലവിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം മാറ്റങ്ങൾ വരുത്തണം. പിന്നെ കൂടാതെ നമ്മുടെ ഉള്ളിലോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ വീടിനുള്ളിൽ വെച്ചിരിക്കുന്ന ക്ലോക്കുകൾ, കലണ്ടറുകൾ, ഉപയോഗിച്ചിരിക്കുന്ന കളറുകൾ, ഇത് നമ്മുടെ പേഴ്സണൽ വാസ്തുവായിട്ട് യോജിക്കുന്നവയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചടികൾ കിട്ടും. എല്ലാവർക്കും എല്ലാം ഒന്നും നന്നായിട്ട് വരണമെന്നില്ല. ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ വരും. ഉദാഹരണത്തിന് പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടുകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള ഞാൻ കാണുന്നത് പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടുകളിലാണ്. അതിന്റെ പ്രധാന വാതിലുകൾ വച്ചിരിക്കുന്ന ഓരോ ദിശകൾ തെക്കോട്ട് അത്രയും പ്രശ്നമില്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ എൻട്രി മാത്രമേ ഒഴിവാക്കേണ്ടതുള്ളൂ. വടക്കോട്ടാണ് ഏറ്റവും ഉത്തമം, കിഴക്കോട്ടും. ഇത് എല്ലാവർക്കും നടക്കുന്നില്ല. വടക്കോട്ടും കിഴക്കോട്ടും മാത്രം വീട് വയ്ക്കാനായിട്ട് എല്ലാവരെ കൊണ്ടും നടക്കില്ല. നമ്മളിപ്പോൾ വച്ചുപോയൊരു വീട്ടിൽ നമുക്ക് എന്നും സമ്പൽ സമൃദ്ധി ഉണ്ടാക്കാനായിട്ട് നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കുന്നുണ്ട്, നമ്മൾ അങ്ങേയറ്റം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇതുപോലുള്ള ചെറിയ ചെറിയ പിഴവുകൾ മാറ്റി കഴിഞ്ഞാൽ നിരന്തരമായ സമൃദ്ധി, നിരന്തരമായ സമ്പത്ത്, നിരന്തരമായ ജനങ്ങളുടെ ഒരു കൂട്ടായ്മ നമുക്കവിടെ കിട്ടും. എല്ലാ ആൾക്കാരും, അവിടെ താമസിക്കുന്ന എല്ലാവരും, കുട്ടികളും വലിയവരും എല്ലാവരും, കർമ്മ മേഖലയിലാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും മറ്റു വിദ്യാഭ്യാസ മേഖലയിലും എല്ലാം ഉന്നതിയിലേക്ക് എന്നും കടന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ പറയാം അവരുടെ ഭാഗ്യമാണ്. പക്ഷെ അവിടെയുള്ള ഭാഗ്യം മാത്രമല്ല, ആ വീടിനുള്ളിലെ പോസിറ്റിവിറ്റി വരുത്തുവാൻ വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോകുന്നത്, അതല്ലെങ്കിൽ അവരുടെ സമയത്തിന്റെ ഇതുകൊണ്ടോ എന്തോ ചെയ്തു വച്ചിരിക്കുന്ന ആ കർമ്മങ്ങൾ, നല്ല രീതിയിലുള്ള അടുക്കും ചിട്ടയോടും കൂടി വെച്ചിരിക്കുന്ന ഇത്, വീടിനുള്ളിൽ മാറാലകൾ, ഏറ്റവും കൂടുതൽ ദുഃഖം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കഷ്ടത വരുത്തി തീർക്കുന്ന ഒരു സംഭവമാണ് വീടിനും ജനലിലും ഒക്കെ മാറാലകൾ പിടിക്കുക, പൊടി പിടിക്കുക. ചില വീടുകളിലൊക്കെ പെട്ടെന്ന് പൊടി പിടിക്കും. ഇതിനെല്ലാം ഒരു പ്രത്യേക ലായനിയിട്ട് തൂത്ത് തുടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വരില്ല. പക്ഷെ നമുക്കതിന് നമ്മുടെ കഷ്ടകാലത്തിന് ചിലപ്പോൾ പറ്റില്ല. ഇതെല്ലാം വന്നിരുന്ന് അടുക്കി കൂടി കഴിയുമ്പോൾ നമ്മുടെ വീട്ടില് പഴയ അമ്മമ്മമാരൊക്കെ പറയും, ഇവിടെ ചേഷ്ട കയറി മഹാലക്ഷ്മി പോയി എന്നുണ്ട്. ഈ മഹാലക്ഷ്മി നമുക്ക് തന്നെ വരുത്തി തീർക്കാം. ശകല ഉപ്പും കല്ലുപ്പ് വെള്ളത്തിലിട്ട് മഞ്ഞപ്പൊടിയും കൂടി തൂത്ത് വീടും തറയൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി നമുക്ക് വേണ്ടുന്ന ഒരു സ്ഥലത്ത്, വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യം തരുന്ന ഒരു സ്ഥലത്ത് ചെറിയൊരു ദീപമോ അല്ലെങ്കിൽ മെഴുകുതിരിയോ, അതല്ലെങ്കിൽ ഇതൊന്നുമല്ല,
പ്രപഞ്ചത്തിന്റെ യൂണിവേഴ്സിന്റെ നല്ലൊരു പടം അത് സെലക്ട് ചെയ്തിട്ട് ആ സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലോട്ട് ചിലപ്പം അവിചാരിതമായ ധനയോഗം, ലോട്ടറി വരെ കടിക്കും. അങ്ങനെയുള്ളിടത്ത് ഭാഗ്യദേവത ഇങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കും. നമുക്കറിയാതെ ധനം വരും. ധനം വന്ന് കുമിഞ്ഞുകൂടും. നമുക്ക് എന്നും വേണ്ട സമ്പത്താണ്. ഈ സമ്പത്ത് ഉണ്ടാക്കുവാനായിട്ട് കഷ്ടപ്പെടുന്ന നമുക്ക് എളുപ്പം ധർമ്മത്തിലൂടെ, സത്യത്തിലൂടെ നമുക്ക് പണം വന്നു ചേരുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും നമുക്ക് ഇതിലൂടെ കിട്ടും. സഹകരണങ്ങളും പൊതുജനങ്ങളുമായിട്ട് നല്ല ഐക്യത്തോടുകൂടി പോകാൻ പറ്റും. ആ വീട്ടിൽ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ കുഴപ്പം പിടിച്ചതാവും. നിങ്ങൾ ഉപയോഗിക്കുന്ന വീട്ടിൽ അഴ വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അലക്കുകല്ല്, അഴ, കൂടാതെ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്ന ചില സാധനങ്ങൾ, അകത്ത് വയ്ക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വരെ വെക്കുന്നതിന് പ്രത്യേകം നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇത് നമ്മുടെ കേരള വാസ്തുവിലല്ല, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ വാസ്തുവില് മാർവാടികളുടെ ഇടയിലൊക്കെ ഇവരിത് പ്രത്യേകം നോക്കുന്നുണ്ട്. അവരാരും പിച്ചക്കാരില്ല. മാർവാടികളെല്ലാം സമ്പന്നന്മാരാണ്. ഇത് കാരണം പറയാൻ കാര്യം, ഞാൻ പണ്ട് കേരള വാസ്തു മാത്രം പഠിച്ചിരുന്ന കാലത്ത് ഇതൊന്നും അറിയില്ല. ഈ ലോകത്തെ പല വാസ്തു ശാസ്ത്രങ്ങളെ കുറിച്ച് പഠിച്ച് അതിന്റെ മറുപടികളെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് എങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാക്കും, എങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെ വീട്ടിലേക്ക് സമ്പൽ സമൃദ്ധി ആകർഷിക്കാൻ പറ്റും, വീട്ടിലുള്ള എല്ലാവരും തമ്മിൽ ഐക്യത്തോടുകൂടി പോകാൻ എങ്ങനെ സാധിക്കും എന്ന് നമുക്ക് പറഞ്ഞു തരാം. നന്ദി, നമസ്കാരം. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്.